വക്കാന സുഫിയാനി സൗരി റഹിമഹുല്ലാഹു തആല യഖൂൽ, മഹാനവർകൾ പറയുന്നു, വളരെ ശ്രദ്ധിക്കട്ടോ. അവരൊക്കെ അന്നത്തെ കാലത്ത് പറഞ്ഞ മൊഴികളെ അവരുടെ കാലത്ത് തന്നെ പറഞ്ഞ സംഭവം ആലോചിച്ചു വെക്കുക. ഹാദാ സമാനു സുകൂത്തി വലുസൂമുൽ ബുയൂത്തി വൽ ഖൻഉ ബിൽ ഖൂത്തി ഇല അൻ തമൂതാന. എന്താ പറഞ്ഞതിന്റെ അർത്ഥം എന്നറിയോ? ഇഷ്ടം പോലെ ആളുകൾ പല ഫിത്തനകളും നാക്കൊണ്ട് പറഞ്ഞുണ്ടാക്കി അയിമ കൂടി കച്ചറുണ്ടാക്കുന്ന ഒരു കാലമാണ്. അത് വാട്സാപ്പിലൂടെ ആയാലും വേണ്ടില്ല, ഫേസ്ബുക്കിലൂടെ ആയാലും വേണ്ടില്ല, യൂട്യൂബിലായാലും വേണ്ടില്ല, പലതും പറഞ്ഞ് പലതും കലയിക്കുന്നൊരു കാലം. പുറത്തിറങ്ങിയാലും എവിടെ നോക്കിയാലും സംസാരിച്ചാൽ അതെല്ലാം ഒരു പിഴവ്. എന്തെങ്കിലും ഒരു വാക്ക് കിട്ടിയാൽ അതിമ കൂടി കളിക്കുന്നൊരു കാലം. അപ്പൊ എന്നാൽ ഇസ്ലാം എന്താണ് അവിടെ പറയുന്ന നോക്കാം. മഹാൻ പറയുന്നു, മഹാനവിടെ കാലഘട്ടം, ഹാദാ ഈ കാലം സമാനു സുക്കൂത്തി മൗനത്തിന്റെ കാലമാണ്. ഒന്നും വല്ലാതെ സംസാരിക്കാൻ പറ്റൂല, കാര്യങ്ങൾ ആരോടൊന്നും പറയാൻ പറ്റൂല, അങ്ങനത്തെ ഒരു കാലമാണ് ഇത്. ലസൂമുൽ ബുയൂത്തി പുറത്തിറങ്ങരുത്, വീട്ടിൽ തന്നെ ഇരിക്കേണ്ട ഗതികേടാണ് ഇപ്പോഴുള്ളതെന്ന് അക്കാലം പറയുന്നു. അപ്പൊ നമ്മുടെ ഈ വർത്തമാന കാലം എന്തായാലും പറയണ്ട, വീട്ടിലും ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥ ഇപ്പോ. നീ മരിക്കുന്നത് വരെ കിട്ടിയ ഭക്ഷണം എന്താണ്, അതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാം. ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കി അതാക്കി ഇതാക്കി തിന്നാനും കുടിച്ചാനും നിൽക്കല്ല വേണ്ടത്. അപ്പൊ ഈ പറഞ്ഞതിന് അർത്ഥം എന്താ? ഈ മൂന്ന് കാര്യം ഒരു മനുഷ്യൻ നേടാൻ കഴിഞ്ഞാൽ അവന് യഥാർത്ഥ മോമിനായി. അവന് വേണ്ടാത്തൊരു സംസാരം വരില്ല. വീട്ടിൽ കുത്തിരുന്നാലോ അവന് വേണ്ടതായ ചിന്തകളായി അള്ളാഹുവിലേക്ക് അടുപ്പമായി മാറി. അങ്ങനെയാണ് ഇന്നവനെ വീട്ടിൽ കുത്തിരിക്കുന്നത്. വളരെ സന്തോഷം. എന്തുകൊണ്ട് വെച്ചാൽ എല്ലാ സാധനവും കയ്യിലുണ്ട്. ലോകത്തിന്റെ എല്ലാ വിവരങ്ങളും അറിയാനും എല്ലാ കളി തമാശയും കേൾക്കാനും പറയാൻ രസിക്കാനും സാധനം കൂട്ടുന്ന നമ്മളെ കയ്യിൽ ആളുണ്ടല്ലോ. ലക്ഷങ്ങൾ ചെലവാക്കി 20, 10, 15 കൊടുത്ത് വാങ്ങിയ സാധനം അത് നെക്കി തോണ്ടിയാൽ കിട്ടുമല്ലോ. പിന്നെ ഭക്ഷണങ്ങളോ ഇഷ്ടം പോലെ നമുക്ക് വേണ്ടത് അപ്പോ പൈസ കൊടുത്ത് വാങ്ങുകയാണ്. വീടുകളിലൊന്നും ഇപ്പൊ ഫാസ്റ്റ് ഫുഡൊക്കെ എല്ലാവരും ഇഷ്ടപ്പെടുന്നു, വീടുകളൊന്നും ആർക്കും വേണ്ട. ഒക്കെ പുറത്തേക്ക് ഇറങ്ങുക, വേണ്ടതുപോലെ കഴിക്കുക. അത്രയും അള്ളാഹു നിഅമത്ത് തന്നിട്ടുണ്ട്. പക്ഷെ അതിനെ കൊടുത്തോളം വിഫത്തുമുണ്ട്. എന്നാൽ വിഫത്തു നിന്നൊക്കെ ഒഴിവാക്കാൻ പറ്റുന്ന 3 കാര്യമാണ് മഹാൻ പറഞ്ഞത്. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. മഹാന്റെ കാലഘട്ടം തന്നെ പറയുമ്പോൾ ഇന്നത്തെ കാലം പ്രത്യേകം ശ്രദ്ധിക്കാം. വകാന മഖൂൽ റഹിമഹുല്ലാഹു തആല യഖൂൽ, മഹാൻ പറയുന്നു, ഇൻകാന ഫീ മുജാലസത്തിൻ നാസി ഖൈറുൻ, ജനങ്ങളെ കൂടെ ഇരിക്കുന്ന കാര്യത്തിൽ വല്ല ഗുണമുണ്ടെന്ന് വെക്കുക. എന്നാ പിന്നെ ഉസ്രത്തു അന്നു മസ്ലമുദ്ദീനി, എന്നാ പിന്നെ ആ സന്ദർഭത്തിൽ അവരെ തൊട്ട് ഏകാന്തനായി വെടിഞ്ഞു ഒറ്റയ്ക്കിരിക്കുക എന്നുള്ളത് ദീനിന് വേണ്ടി ഏറ്റവും രക്ഷ കിട്ടുന്നതും കൂടിയാണ്. എന്താ കാരണം? ജനങ്ങളെ കൂടെ ഇരിക്കൽ ഗുണം തന്നെയാണ്. അതിലേറെ ഏറ്റവും മെച്ചെന്താണ്? ആ സമയത്ത് ദീനൊന്ന് രക്ഷപ്പെടാൻ കൂടി മാർഗം കൂടെ ഇരിക്കാതെ ഒറ്റയ്ക്ക് ഇരിക്കലാണ് എന്ന് മഹാൻ പറയുന്നു. വകാന സുഫിയാൻ ഇബ്നു ഉയൈന റഹിമഹുല്ലാഹു തആല യഖൂൽ, സുഫിയാൻ ഇബ്നു ഉയൈന എന്ത് പറയുന്നു? യഖൂൽ ഇജ്തമഅതു ബി അബി ഹബീബിൽ ബദരി റളിയല്ലാഹു അൻഹു, ഞാൻ എന്റെ പിതാവ് അലി ഉബയ്യല്ല അബി ഹബീബും എന്റെ അബി ഹബീബിൽ ബദരി എന്ന് പറയുന്ന ആളുമായി ഞാൻ എന്തായി സമ്മേളിച്ചു. ഫഖാല, അപ്പോ അബു ഹബീബ് എന്നോട് ചോദിക്കുകയാണ്, യാ സുഫിയാൻ, സുഫിയാനെ, മാ റഅയ്ന ഖൈറൻ ഖത്തു ഇല്ലാ മിനല്ലാഹി തആല, അള്ളാഹുവിൽ നിന്നല്ലാതെ ഒരു ഗുണം നമ്മൾ കാണുന്നില്ലല്ലോ, അള്ളാഹുവിന് മാത്രമല്ലേ കാണുന്നുള്ളൂ എന്ന് ചോദ്യം. ഫമാന ലാ നുഖ്ബിലു അലാ മല്ല നറൽ ഖൈറ ഇല്ലാ മിൻഹു, അള്ളാഹുവിൽ നിന്നല്ലാതെ ഒരു ഗുണം നമ്മൾ കാണുന്നില്ല. അങ്ങനെ വരുമ്പോൾ ആ അള്ളാഹുവിലേക്കല്ലേ നമ്മൾ മുന്നിടേണ്ടത്? എന്താണ് അള്ളാഹുവിലേക്ക് നമ്മൾ മുന്നിടാത്തത്? എല്ലാ ഗുണങ്ങളും അള്ളാഹുവിൽ നിന്നാണ്. എന്താ ശ്രദ്ധിക്കാത്തത് എന്ന് ബഹുമാനപ്പെട്ട സുഫിയാൻ എന്നവരെ വിളിച്ച് അബു ഹബീബ് എന്നവർ പറയുന്നു. മഹാൻ പറയുന്നു, വഖദ് റഅയ്തു ഇബ്രാഹിം ബിൻ അദ്ഹം റഹിമഹുല്ലാഹു തആല ബിശ്ശാം, മഹാനായ ഇബ്രാഹിം ബിൻ അദ്ഹം തങ്ങളെ ഷാമിൽ വെച്ച് ഞാൻ കണ്ടുമുട്ടി. ഫഖുൽതു ലഹു, അപ്പൊ ഞാൻ ഇബ്രാഹിം ബിൻ അദ്ഹം തങ്ങളോട് പറഞ്ഞു, ചോദിച്ചു, യാ അബാ ഇസ്ഹാഖ്, അബു ഇസ്ഹാഖ്,
ഇന്നക കത് തറക്ത ഖുറാസാൻ, എന്തേ നിങ്ങൾ ഖുറാസാൻ നാട് വെടിഞ്ഞു പോന്നത്? നിങ്ങൾ ഇങ്ങോട്ട് പോകും, നിങ്ങൾ എന്താണ് ഷാമിലേക്ക് ഖുറാസാൻ വേണ്ട ചോദിച്ചു. ജലസ്ത ഹാഹുന, ഇതാ ഇവിടെ വന്നിരിക്കണ്, ഇതാണോ ഇഷ്ടം? അപ്പോൾ മഹാനായ ഇബ്രാഹിമിന് അധികം തങ്ങൾ പറയുന്നു, അതെ അതാണ്. എന്താണ് അൽ ഐഷ് ഇല്ലാഹുന, ഇവിടെയല്ലാതെ എനിക്കൊരു ജീവിതത്തിന് സുഖമില്ല, ഇവിടെ നല്ല സുഖമാണ്. അഖുറു ബിദീനി, എന്റെ ദീന് കൊണ്ട് ഞാൻ എന്താകുന്നു? അഫിറു ബിദീനി, എന്റെ ദീന് കൊണ്ട് ഞാൻ ഓടുന്നു. മിൻ ജബൽ ഇലാ ജബൽ, ഒരു പർവ്വതത്തിൽ നിന്ന് മറ്റൊരു പർവ്വതത്തിലേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് എന്റെ ജീവിത സുഖം. ഖുറാസാൻ എനിക്ക് ഇഷ്ടപ്പെടാൻ കഴിയാത്തൊരവസ്ഥയിലേ മാറിയിരിക്കുന്നു. അപ്പൊ നാടിനേക്കാൾ നല്ലത് ഇപ്പൊ കാടാണ്. അപ്പൊ അതാണ് എന്റെ ദീൻ രക്ഷപ്പെടുന്ന മാർഗമാണ് ഞാൻ നോക്കുന്നത് എന്ന് മഹാനായ ഇബ്രാഹിമിന് അധികം തങ്ങൾ അതിന് മറുപടി കൊടുത്തു. ഇവിടെ മഹാൻ പറയുന്നു, പമൻ ആനി, എന്നെ ആരെങ്കിലും കാണുകയാണെങ്കിലോ, കാട്ടിൽ വെച്ച് കാണുകയാണെങ്കിൽ എന്നെ അവൻ വിചാരിച്ചോളും അന്നീ മിലാവൻ, ഞാനൊരു കർഷകനാണെന്ന്, അല്ലെങ്കിൽ ജമാൽ ഒരു ഒട്ടകമാണെന്ന്, അല്ലെങ്കിൽ മുവസ്വിസ് ഞാൻ സ്വീപ്പാക്കുന്ന ആളാണ്. ഇതിന് മൂന്നിൽ എന്തെങ്കിലും ഒന്ന് വിചാരിച്ചോളും. ഞാൻ കാട്ടിലൂടെ സഞ്ചരിക്കുകയാണ്, പക്ഷെ എന്റെ ദീനുമായി അള്ളാഹുവിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്, എനിക്കതാ സുഖം എന്ന് പറഞ്ഞു. നാടും വേണ്ട, ഗ്രാമം വേണ്ട, പ്രദേശമൊന്നും വേണ്ട, അതാണ് ഷാമിലൂടെ അങ്ങനെ സഞ്ചരിക്കുന്നത് എന്ന് പറഞ്ഞു. സുഫിയാനി തൗരി റഹ്മഹുല്ലാഹു തആല യഖൂൽ, ബഹുമാനപ്പെട്ട സുഫിയാനി തൗരി തങ്ങൾ പറയുന്നു, ലഖദ് അദ്റകനാസ, നമ്മളെ നല്ല നല്ല മനുഷ്യന്മാരെ എത്തിച്ചിരുന്നു. വഹും ദവാഉൻ, അന്നവർക്ക് നല്ല നല്ല ഔഷധമുള്ള ആളുകളായിരുന്നു. ആത്മീയപരമായിട്ടും ഭൗതികപരമായിട്ടും ഗുണമുള്ള മഹാന്മാരായിരുന്നു. അതാണുള്ള ഔഷധം എന്ന് പറയുന്ന അർത്ഥം, ആത്മീയ ഔഷധം. ഇസ്തശ്വാബിഹിം, അവരെ കൊണ്ട് ശുപാർശ നടത്തപ്പെടുമായിരുന്നു, എന്തിനും അവരെ തേടാമായിരുന്നു. അവരെ കൊണ്ട് സമാധാനവും ശാന്തിയും ആരോഗ്യപരമായിട്ടും ആത്മീയ ആരോഗ്യ സുഖം കിട്ടുമായിരുന്നു. അങ്ങനെയായിരുന്നു, അങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് കിട്ടി. പക്ഷേ സാറുല്യോമ, ഇന്നോ അവർക്ക് ആയത് രോഗികളാണ്. ഇന്നത്തെ ജനങ്ങൾ ആകെ രോഗികളാണ്. ലാ ദവ അലഹു, അതിന് ഔഷധമില്ല. ശരി തന്നെയാണ്. എവിടെ നോക്കിയാലും ഒരശാന്തി, ഒരനൈക്യം, വഴക്ക്, വക്കാണം, വൈരാഗ്യം, വൈരുദ്ധ്യം, അതുപോലെ തന്നെ യോജിപ്പില്ല, തീവ്രവാദം, ഭീകരവാദം, വർഗീയവാദം, ഇങ്ങനെ പല അസുഖങ്ങളുമാണ് ഇന്നത്തെ ലോകത്തുള്ളത്. അന്ന് അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഇന്ന് ചികിത്സയില്ല, ഇന്ന് രോഗങ്ങളേ ഉള്ളൂ എന്ന് ചിന്തകന്മാരായ മഹാന്മാര്, ആത്മീയ ചിന്തകന്മാർ പറയുന്നു. നല്ല തത്വജ്ഞാനികൾ ഇവരൊക്കെ, ഉഹ്റവിയായ തത്വങ്ങൾ പറയുന്ന മഹാന്മാർ. വളരെ ശരിയല്ലേ? ഇന്നത്തെ ആലോചിച്ച് നോക്കൂ, ഇവർ പറഞ്ഞ കാലം നോക്ക്. ഹമ്മാദ് ബിൻ സയ്യിദ് റഹിമഹുല്ലാഹു തആല യഖൂൽ, മഹാൻ പറയുന്നു, സുറുത്തു മാലിക് ബിൻ ദീനാർ റഹിമഹുല്ലാഹു തആല, മാലിക് ബിൻ ദീനാർ തങ്ങളെ ഞാൻ സന്ദർശിച്ചു. ഫറഅയ്തു ഇൻദു കൽബൻ ബിഹിദാഇഹി, അദ്ദേഹം തന്റെ നേർപ്പാട്ടിൽ ഒരു നായിരിക്കുന്നത് ഞാൻ കണ്ടു. ആര് പറയാണ്? ഹമ്മാദ് എന്നവര് പറയാണ്. അങ്ങനെ തുറുദുഹു, ഞാൻ ആ നായെ ഒന്ന് ആട്ടിവിടാൻ വേണ്ടി ശ്രമിച്ചു, ഞാൻ അതിനുദ്ദേശിച്ചു. അങ്ങനെ ആട്ടിവിടാൻ വേണ്ടി ഒരുങ്ങിയപ്പോൾ ഫഖാലലി, മാലിക് ബിൻ ദീനാർ തങ്ങൾ എന്നോട് പറഞ്ഞു, യാ ഹമ്മാദ്, ഞാൻ ആട്ടല്ല ഹമ്മാദ്, ഒഴിവാക്കുക. കാരണം എന്താ അറിയോ? ഫഇന്നഹു ഖൈറുൻ മിൻ ജലീസി സുഇല്ലദി യഗ്താബുൻ നാസ ഇൻദി, ജലീസി സുഇല്ലദി യഗ്താബുൻ നാസു ഇൻദി, എന്റെ അടുത്ത് വെച്ച് ജനങ്ങളെ കുറ്റപ്പെടുത്തുകയും ഈബത്തും പരദൂഷണവും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചീത്ത കൂട്ടുകാരൻ, ആ കൂട്ടുകാരനേക്കാൾ ഏറ്റവും നല്ലതെന്താണ്? അപ്പൊ അല്ലദീ യഗ്താബുൻ നാസ ഇന്ത്യ, അങ്ങനെയാണ്. തെറ്റക്കാർക്കും സംഭവിക്കാതെ തിരുത്തും ചെയ്യാൻ. അപ്പൊ എന്തായി? ഹമ്മാദ് വിളിച്ചിട്ട് പറയാണ്, ഖൈറും മിൻ ജലീസി സുഇല്ലദീ യഗ്താബുൻ നാസ ഇന്ദി, എന്റെ അടുത്ത് വെച്ച് ജനങ്ങളെ കുറ്റപ്പെടുത്തുകയും പരദൂഷണം പറയുകയും ചെയ്യുന്ന ആ ഒരു ചീത്ത കൂട്ടുകാരൻ, അവനേക്കാളും എത്ര മെച്ചമാണ് ഈ നായ. നായനെ കൊണ്ടാ ശല്യമൊന്നുമില്ലല്ലോ, അതവിടെ ഇരുന്നോട്ടെ എന്ന് മഹാനവറുകൾ ഹമ്മാദ് എന്നോട് പറഞ്ഞു. നോക്കൂ നിങ്ങള്, ഒരു മനുഷ്യൻ നന്നായില്ലെങ്കിൽ എന്തായിരിക്കും? ഒരു നാൽക്കാലിന്റെ സ്വഭാവം കൂടി ഒരു മനുഷ്യനുണ്ടാവൂല, മോശമായാൽ എന്നർത്ഥം. വലമ്മ ഖദിമ അബ്ദുല്ലാഹി ബിൻ മുബാറക് മിനൽ ബസ്റത്തി ഇലാ ബഗ്ദാദ്, അബ്ദുല്ലാഹി മുബാറക് തങ്ങള് ബസറയിൽ നിന്ന് ബഗ്ദാദിലേക്ക് മുന്നിട്ട് വന്നപ്പോ
സഅല മഹാൻ ചോദിക്കുകയാണ് അൻ മുഹമ്മദ് ബിൻ വാസിഅ റഹിമഹുല്ലാഹു തആല. ബസ്രാക്കാരോട് വയദാദുകാരോട് ചോദിക്കുകയാണ്, മുഹമ്മദ് ബിൻ വാസിഅ എന്നൊരു മഹാൻ ഉണ്ടായിരുന്നു, നിങ്ങൾ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ടോ, എവിടെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. ഫലം യഅരിഫു അഹദുൻ, ഇത് ചോദിക്കുമ്പോ മഹാനായ മുഹമ്മദ് ബിൻ വാസിഅ തങ്ങൾ ആരും അറിയുന്നില്ല. അങ്ങനെ വന്നപ്പോ വഖാല അബ്ദുല്ല, അബ്ദുല്ലാഹ് മുബാറക് തങ്ങൾ പറഞ്ഞു, ഇന്നഹു മിൻ ഫളിലി ലം യുറഫ്, മഹാനവറുകൾ നല്ല ശ്രേഷ്ഠവാനാണ്, അദ്ദേഹത്തിന്റെ ഔദാര്യം, അദ്ദേഹത്തിന്റെ ആ ശ്രേഷ്ഠത കൊണ്ട് ഒരാളും അദ്ദേഹത്തെ അറിയപ്പെടുന്നില്ല. അങ്ങനത്തെ ഒരു മഹാനാണ് മഹാൻ. അങ്ങനെ അദ്ദേഹത്തിലായിക്കൊണ്ട് അബ്ദുല്ല തങ്ങൾ പറയാണ്, സ്നേഹം ബഹുമാനം കൂടിക്കൂടി വരികയാണ് ഉണ്ടായത്, മറ്റൊന്നും കിട്ടാൻ കഴിഞ്ഞില്ല. അതിനർത്ഥം എന്താ, ഒരുപാട് പ്രചാരത്തിൽ വന്ന ആൾക്കാരൊക്കെ മോശക്കാർ എന്നല്ല. സുരുതിയും വൈറലുകളും സുപരിതവും ആവുന്നതിനേക്കാൾ നല്ലത് ഒറ്റപ്പെട്ട് ആരാരും അറിയാതെ ജീവിക്കലാണ് ഗുണകരം. അത്രയും ദീനിന് ഗുണം, അവനാണ് ദീൻ രക്ഷപ്പെടും. ഇടപഴകുമ്പോൾ പലതും വരും, അതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം.